നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ജെറുസലേം വീണ എന്നറിയപ്പെടുന്ന കോതൻ റാണിയുടെ സുവിശേഷം. നമ്മുടെ ഷബാത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഷബാത്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടില് ഷബത്തൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഷബാത്ത് ഷലോം. അങ്ങനെ ഷബാത്തിന് ആശംസകൾ പറഞ്ഞ കോതൻ റാണിയുടെ അതേ വായി വെച്ചുകൊണ്ട് തന്നെ കോതൻ റാണിയുടെ ഭരണിപ്പാട്ടും നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. നൗഷാദ് അബ്ദുൾ റഹ്മാൻ. ആർക്ക്? നിന്റെ ഉമ്മയ്ക്കോ? അയ്യടാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നൗഷാദിന്റെ ഉമ്മയ്ക്ക് കുതത്തിനകത്തോട്ട് മിസൈൽ കയറാൻ പോകുന്നതിൻ്റെ മുൻകൂർ കോൺഫിഡൻസ് അറിയിക്കുകയാണ്. അവൻ കോൺഫിഡൻസ് അറിയിക്കുകയാണ് അവൻ്റെ ഉമ്മയുടെ കുതത്തിനകത്തോട്ട് മുൻകൂർ മിസൈൽ അയച്ച് ഇസ്രായേൽ ഇട്ട് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. സാരമില്ല നൗഷാദെ, നിങ്ങൾ വിചാരിക്കണ്ടാവും കോതൻ റാണി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ? അത് വേറെ ഒന്നുകൊണ്ടുമല്ല. ലോകമറിയപ്പെടുന്ന കൊടുംഭീകരൻ നെഹന്യാഹു മുങ്ങിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ സങ്കടം സഹിക്കവയ്യാതെയാണ് കോതൻ റാണി ഇങ്ങനെയൊക്കെ പിടിച്ച് പറയുന്നത്. ഇത് മാത്രമല്ല, പാട്ടും കൂടി പാടുന്നുണ്ട് കോതൻ റാണി. കേട്ടു നോക്കൂ. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി ടടടടടടങ്. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. യാഹ്യ പോയി, ഹനയ പോയി, നസറുള്ള പോയി, ഹമാസ് പോയി, എന്നിട്ടും ഹൂറി അവിടെ ഇല്ല 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 ഇല്ല. സത്യത്തിൽ കോതൻ റാണി ഇങ്ങനെയല്ല പാടേണ്ടത്. കാരണം ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരു ലേഡിയാണല്ലോ ഈ കോതൻ റാണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പാടിയത്. അല്ലെങ്കിൽ കോതൻ റാണി ഇങ്ങനെയല്ല പാടുന്നത്. അതായത് എങ്ങനെയാ പാടുന്നത് വെച്ചാല്, ജൂതാ നീ മുങ്ങിയല്ലോ, എവിടെയാണ് നീ, എന്റെ കോതം ഫ്രീ ആണല്ലോ, കൊതത്തിലടിക്കാൻ ആളില്ലല്ലോ, ഇനി ആൾ കൊതത്തിലടിച്ചില്ലെങ്കിൽ ജൂതാ എനിക്ക് പൈസ കിട്ടില്ലല്ലോ, ജൂതാ നീ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, ഞാൻ അവിടെ വരാം എന്നാണ് കോതൻ റാണി ഉദ്ദേശിച്ച പാട്ട്. പക്ഷെ ഇസ്ലാമോഫോബിയ ആയതുകൊണ്ട്, ഇസ്ലാമോഫോബിയ പിടിപെട്ടത് കൊണ്ട് മാത്രമാണ് കോതൻ റാണി അങ്ങനെ പാടാൻ കാരണം. ആരും ഒന്നും തെറ്റിദ്ധരിക്കട്ടെ. ഇത് മാത്രമല്ല, സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാരെ വേറെ തെറി പറയുന്നുണ്ട്. അതാണ് കോതൻ റാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരുതരം മാനസിക പിരിമുറുക്കമാണ്. ജൂതം മുങ്ങിയല്ലോ, കോതം ഫ്രീ ആയില്ലോ, അതുകൊണ്ടുള്ളതാണ്. കേട്ടു നോക്കാം. അലക്സ് വി മാത്യുവേ, നിന്റെ അമ്മയുടെ കുലവെല്ലാം പോയി കിടക്കുവാണോ? നിന്റെ ഭാര്യയുടെ കുല പോയി കിടക്കുവാണോ? എന്നാ രണ്ടെണ്ണം വെട്ടിയെടുത്തോണ്ട് കൊടുക്കടാ അതിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും ഒക്കെ. അലക്സ് വി മാത്യുവേ, സഹോദരങ്ങളെ, അലക്സ് വി മാത്യുവിന്റെ അമ്മയുടെ കൊല പോയി കിടക്കുകയാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? വല്ല തുലുക്കനോടും പോയി ചോദ്യര്. അവന്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് തരും നിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും. അലക്സ് വി മാത്യുവേ, പോടാ 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 പോടാ. ജൂതൻ മുങ്ങിയതില് കൊതത്തിലടിക്കുന്ന ആളില്ലാതെ ആകപ്പാട് ഒരു മാനസിക പിരിമുറുക്കത്തിലാണ്. അപ്പോ സ്വന്തം മതക്കാരത്തിന് തെറി